അപ്പോൾ 2025 നീറ്റ് ജെയ് പോലുള്ള എൻട്രൻസ് എക്സാമുകൾക്ക് മലപ്പുറം ജില്ലയിൽ നിന്നും വിജയം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ബ്രില്യൻ സ്റ്റഡി സെന്റർ മലപ്പുറത്ത് ഒരു വലിയ കോട്ട തന്നെയാണ് തീർത്തിരിക്കുന്നത്. എല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങളോടും കൂടിയ ഒരു കിടിലൻ ക്യാമ്പസാണ് മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥികൾക്കായിട്ട് എൻട്രൻസ് ആസ്പിരൻസിനായിട്ട് ബ്രില്യൻ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ 2025 പ്രവേശന പരീക്ഷകൾക്ക് വലിയൊരു വിജയം നേടാൻ വേണ്ടിയിട്ട് നിരവധി വിദ്യാർത്ഥികളും മാതാപിതാക്കളുമാണ് മലപ്പുറം ജില്ലയിലെ ഏറ്റവും പുതിയ ബ്രില്യൻ്റെ ക്യാമ്പസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ. ബ്രില്യൻറ്റിൽ പഠിച്ച് ജെയ് മെയിൻ കേരള 1ാം സ്ഥാനം ലഭിച്ച ഹാഫിസ് റഹ്മാൻ മലപ്പുറം സ്വദേശിയാണ്. 960 മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ നേടി കേരള 1ാം റാങ്ക് കരസ്ഥമാക്കിയ മുഹമ്മദ് മുനവീറും മലപ്പുറംകാരൻ. ഇങ്ങനെ തുടങ്ങി നിരവധി വിജയങ്ങൾ മലപ്പുറം ജില്ലയിൽ നിന്നും ബ്രില്യൻ സ്റ്റഡി സെന്ററിന് സൃഷ്ടിക്കാൻ സാധിച്ചതുകൊണ്ട് നിരവധി വിദ്യാർത്ഥികളും മാതാപിതാക്കളും ആവശ്യപ്പെടുകയാണ് ബ്രില്യൻ സ്റ്റഡി സെന്റർ മലപ്പുറത്തേക്ക് എത്തണമെന്ന്. എല്ലാവിധ ടെക്നോളജികളാലും സമ്പന്നമായ അതിവിപുലമായ ഒരു ക്യാമ്പസ് സമുച്ചയം പണിതുയർത്തുന്നു. (2025) പ്രവേശന പരീക്ഷകളിൽ ഉയർന്ന വിജയം നേടണമെന്ന ആഗ്രഹവുമായി നിരവധി വിദ്യാർത്ഥികളും മാതാപിതാക്കളുമാണ് മലപ്പുറം കോട്ടക്കലിലെ ബ്രില്യൻറ്റിന്റെ പുതിയ ക്യാമ്പസിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. 2 ഏക്കർ ചുറ്റളവിൽ ഹോസ്റ്റലും ക്യാമ്പസും എല്ലാം ഉൾപ്പെടുന്ന ഒരു വലിയ ലോകം. മലപ്പുറം കോട്ടക്കലിന്റെ കവാടം പിന്നിട്ടെത്തുമ്പോൾ തന്നെ അതിവിപുലമായ ഒരു ഓഫീസ് റൂം കാണാൻ സാധിക്കും. റിസപ്ഷൻ, സ്റ്റാഫ് റൂം, ഡയറക്ടേഴ്സ് റൂം ഇവയെല്ലാം ഈ ബിൽഡിങ്ങിനുള്ളിലാണ് സ്ഥിതി. കോട്ടക്കൽ സെന്ററിന്റെ ഉദ്ഘാടനത്തിന് നിരവധി വിശിഷ്ടാതിഥികൾ എത്തിച്ചേരുകയുണ്ടായി. ശ്രീ പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ, തിരൂരങ്ങാടിയുടെ സ്വന്തം MLA ശ്രീ KPA മജീദ്, മലപ്പുറം ഡിസ്ട്രിക്ട് കളക്ടർ ശ്രീ VR വിനോദ് IAS, മലപ്പുറം ഡിസ്ട്രിക്ട് പോലീസ് ചീഫ് ഓഫീസർ ശ്രീ S ശശിധരൻ IPS, മലപ്പുറം ആസ്പദമാക്കി പ്രവർത്തിക്കുന്ന ലാവർണ ട്രാൻസ്പോർട്ട് ഗ്രൂപ്പ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് ഷാഫി PK, ബ്രില്യൻറ്റിലെ ഡയറക്ടർമാരായ സ്റ്റീഫൻ സാർ, ജോർജ് സാർ, സന്തോഷ് സാർ എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയുണ്ടായി. ഉദ്ഘാടന ചടങ്ങിന് ശേഷം വിദ്യാർത്ഥികൾ ബ്രില്യൻറ്റിന്റെ എല്ലാവിധ ടെക്നോളജിയും അടങ്ങിയ ക്ലാസ് റൂമുകളിലേക്ക് പ്രവേശിക്കുകയാണ്. AC ക്ലാസ് മുറികളാണെല്ലാം. ഹൈസ്പീഡ് വൈഫൈ, ഡിജിറ്റൽ ബോർഡുകൾ ഇതെല്ലാം കോട്ടക്കലിലെ ഈ പുതിയ ക്യാമ്പസിലുമുണ്ട്. എല്ലാവിധ ടെക്നോളജികളും അടങ്ങിയ ക്ലാസ് മുറികൾക്ക് മാത്രമായി ബ്രില്യൻറ്റ് ഒരു വലിയ 2 നില കെട്ടിടം പുതുതായി പണിതുയർത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ ക്ലാസ് മുറികൾക്കായി മറ്റൊരു കെട്ടിടവും കോമ്പൗണ്ടിനുള്ളിൽ തന്നെ ഉണ്ട് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. ക്ലാസ്സിലേക്ക് എത്തിയ എല്ലാ വിദ്യാർത്ഥികളെയും ബ്രില്യൻ ഡയറക്ടേഴ്സ് നേരിട്ടെത്തി കാണുകയും അവർക്ക് ആവശ്യമായ മോട്ടിവേഷനും ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെയായിരിക്കണം പഠിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചെല്ലാം കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. ഒപ്പം വിദ്യാർത്ഥികളെയെല്ലാം വിജയത്തിലേക്ക് നയിക്കുന്ന ബ്രില്യൻറ്റിന്റെ ഏറ്റവും പുതിയ സ്റ്റഡി മെറ്റീരിയലുകളും വിദ്യാർത്ഥികൾക്ക് നൽകി. മലപ്പുറം കോട്ടക്കലിലേക്ക് ബ്രില്യൻറ്റിന്റെ ഏറ്റവും പുതിയ ക്യാമ്പസ് എത്തിയതിനെ കുറിച്ച് മലപ്പുറം ജില്ലക്കാരായ നമ്മുടെ സ്വന്തം പേരൻസിന് പറയാനുള്ളത് എന്തൊക്കെയാണെന്ന് കേട്ടാലോ. ആദ്യമായിട്ട് പാലാ ബ്രില്യൻറ്റിന് ബിഗ് താങ്ക്സ്. പ്രത്യേകിച്ച് കോട്ടക്കൽ ഒരു സെൻറ്റർ തുടങ്ങാൻ അവർക്ക് ഒരു സാഹചര്യം ഉണ്ടായത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു അഭിമാനം, വളരെ സന്തോഷം. കാരണം എന്ത് തന്നെ ആയാലും നമ്മൾ പാലയിൽ ചേർക്കണമെന്ന് വിചാരിച്ചതാണ് മകളെ. അപ്പോൾ ആദ്യമായിട്ടാണ് അവൾ വീട് വിട്ട് നിൽക്കുന്നത്. ഹോസ്റ്റലിൽ ആദ്യമായിട്ടാണ്. അത് നമ്മൾ അടുത്ത ഞാൻ തിരൂരാണ്.
അടുത്ത സ്ഥലത്ത് തന്നെ ഒരു ഇതേപോലെ സെയിം പാലയുടെ എല്ലാവിധ ഫെസിലിറ്റിയോടും വെച്ച് ഒരു സെൻറ്റർ കിട്ടിയത് നമ്മളെ സംബന്ധിച്ച് വലിയ ഒരു സന്തോഷം നൽകുന്ന സംഭവമാണ്. നമ്മുടെ ക്യാമ്പസ് ഒക്കെ ക്യാമ്പസ് സൂപ്പറാണ്. എല്ലായിടത്തും ഇതുപോലെ തുടക്കത്തിൽ ഇത്ര ഉണ്ടാവാറില്ല എന്നാണ് എല്ലാവരും മറ്റുള്ളവരൊക്കെ പറഞ്ഞത്. എല്ലാ ഫെസിലിറ്റീസും വലിയ കോട്ട തന്നെ മലപ്പുറത്ത് തുടക്കം തന്നെ ഗംഭീരമായി. ഞങ്ങൾക്ക് പാലാ ബ്രില്യൻറ്റിൻ്റെ അതേ ഫെസിലിറ്റീസ് ഉള്ള ഒരു സെൻറ്റർ മലപ്പുറം ജില്ലയിൽ തുടങ്ങിയതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഞങ്ങൾക്ക് അവിടെ പോയി കൊണ്ടുപോയി പഠിപ്പിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഗുണകരമാവുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഉള്ള ഒരു സെൻറ്റർ തുടങ്ങിയതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങളതിൽ വളരെയധികം സന്തോഷം അറിയിക്കുന്നു. എൻ്റെ വീട് പാലായിൽ തന്നെയാണ്. അപ്പോൾ എനിക്ക് ബ്രില്യൻറ്റിൽ പഠിപ്പിക്കണമെന്ന വളരെ ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇവിടെ തന്നെ സെൻറ്റർ വന്നുകൊണ്ട് എൻ്റെ കുട്ടീനെ വീട്ടിൽ നിന്ന് തന്നെ ഇവിടെ പറഞ്ഞയച്ച് പഠിപ്പിക്കാൻ വളരെയധികം സന്തോഷമുണ്ട്. ഏതായാലും ഇവിടെ എത്തി. മാഡം പാലായിലാണ്, ഇപ്പം മലപ്പുറത്താണ്? ഇപ്പോൾ മലപ്പുറത്താണ് സെറ്റിലായി. ഇവിടെ ജോലിയൊക്കെ ആയിട്ട് ഹസ്ബൻഡും എല്ലാവരും ഇവിടെ തന്നെയാണ്. വളരെയധികം സന്തോഷമുണ്ട്. ഇവിടെ ഈ സെൻറ്റർ വന്നുകൊണ്ട് ഞങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാണ്. അപ്പോൾ തീർച്ചയായിട്ടും മാഡം പാലായിലുള്ള നമ്മുടെ സെൻറ്ററും കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ മലപ്പുറത്ത് നമ്മുടെ ഈ ഒരു സെൻറ്ററും കാണുന്നുണ്ട്. അപ്പോൾ അതേ വിധത്തിലുള്ള ഫെസിലിറ്റീസ് അല്ല, സ്വാഭാവികമായിട്ടും അനുഭവിച്ചറിഞ്ഞ ഒരാളെന്നുള്ള രീതിയിൽ എന്താണ് പറയാൻ പറ്റുക? എൻ്റെ അനിയത്തിയും അവിടെ പാലാ ബ്രില്യൻറ്റിൽ പഠിച്ച് ഡോക്ടറായ ആളാണ്. അപ്പോൾ അവിടുത്തെ അതേ ഫെസിലിറ്റീസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതേപോലെ ഇവിടെയും ഒരേപോലെ ഫെസിലിറ്റീസ് ഇവിടെയും ഉണ്ട്. അതേ ഫാക്കൽറ്റീസ് തന്നെയാണ് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല, ഇവിടെ തന്നെ പഠിപ്പിക്കാൻ തീരുമാനിച്ചു. ഒരുപാട് പ്രതീക്ഷകളോട് തന്നെ ഒരുപാട് മാതാപിതാക്കളും വിദ്യാർത്ഥികളുമാണ് ബ്രില്യൻ സ്റ്റഡി സെൻ്ററിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഇതുപോലത്തിലുള്ള ഇത്തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ബ്രില്യൻ സ്റ്റഡി സെൻ്ററിൻ്റെ മലപ്പുറത്തെ കോട്ടക്കലിലെ സെൻ്ററിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നല്ല അഭിപ്രായമാണ്. ഞാനും ഒരു അധ്യാപകനായിരുന്നു. ഈ കഴിഞ്ഞ വർഷം റിട്ടയർ ചെയ്തു. അപ്പോൾ ഞങ്ങൾ ശരിക്കും ആലപ്പുഴക്കാരാണ്. എൻ്റെ വൈഫ് ഇവിടെ നേഴ്സായിട്ട് എടീക്കോട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ സെറ്റിൽഡല്ല, ഞങ്ങൾ വാടകയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത്. അതുകൊണ്ട് മോനെ ഞങ്ങൾ ജസ്റ്റ് 2 കിലോമീറ്റർ അപ്പുറത്താണ് താമസിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ചേർത്തതാണ് മോനെ. വളരെ നല്ല ബ്രില്യൻസിനെ കുറിച്ച് നേരത്തെ തൊട്ടേ അറിയാവുന്ന എൻ്റെ ചെറുപ്പകാലം മുതലേ മറ്റേ ഇതിൻ്റെ ടെക്സ്റ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് എല്ലാം കൊണ്ടും എനിക്ക് വളരെ സന്തോഷമാണ്. അത് സ്ഥാപനം എന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ട് അതുകൊണ്ടാണ് മോനെ ഇവിടെ ചേർത്തിരിക്കുന്നത്. നല്ലതാണ്, നല്ല അഭിപ്രായമാണ്. കുഴപ്പമില്ല. അതുകൊണ്ട് കുട്ടിയിലൂടെ ചേർത്തത് ഞാൻ കോട്ടക്കൽ റിഡ്ജസിൽ വർക്ക് ചെയ്യുന്നത്. കുഴപ്പമില്ല. അതിന് അടുത്ത് പോരാനും വരാനും സൗകര്യമാണ്. ബ്രില്യൻറ്റിൻ്റെ ഏറ്റവും പുതിയ മലപ്പുറം ക്യാമ്പസിനെ കുറിച്ച്, അഡ്വാൻസ്ഡ് ടെക്നോളജിയെ കുറിച്ച് എല്ലാം കുട്ടികൾക്ക് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. നിങ്ങളുടെ ഫസ്റ്റ് ഡേ ആയിരുന്നു മലപ്പുറത്ത് നമ്മുടെ ക്യാമ്പസ് ആദ്യമായിട്ടാണ്. അപ്പോൾ നമ്മൾ പാലാ ബ്രില്യൻ സ്റ്റഡി സെൻ്ററിന് ഒരു ഫസ്റ്റ് പ്രയോറിറ്റി, അല്ലെങ്കിൽ ബ്രില്യൻ്റ് ആണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് ഉറപ്പിച്ച് മലപ്പുറത്തെ ബ്രില്യൻറ്റിൻ്റെ ക്യാമ്പസ് തിരഞ്ഞെടുത്തതിന് പിന്നിൽ എന്താ? റിസൾട്ടാണ് അല്ലേ? ഓക്കെ, തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ വർഷത്തെ ബ്രില്യൻ സ്റ്റഡി സെൻ്ററിൻ്റെ റിസൾട്ട് കണ്ടു. ഏറ്റവും അധികം റിസൾട്ടുകൾ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുള്ളത് ബ്രില്യൻ സ്റ്റഡി സെൻ്ററാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ എക്സ്പീരിയൻസ്? കുറച്ച് ദിവസം കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയൊരു സെറ്റപ്പ് ബ്രില്യൻറ്റ് ചെയ്തു തന്നു. അതിന് ആദ്യം തന്നെ താങ്ക്സ് പറയുന്നു. അതുപോലെ ഞങ്ങളുടെ എല്ലാവരും സ്വപ്നത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നീറ്റ്. അതിനുള്ള എല്ലാം ബ്രില്യൻ്റ് ഒരുക്കി തന്നതിന് വളരെ സന്തോഷം. അത് നമ്മുടെ നാട്ടിൽ തന്നെ എന്താ അതിലും സന്തോഷം. താങ്ക് യു. ക്ലാസ് റൂം ഫെസിലിറ്റീസൊക്കെ വളരെ നല്ലതാണ്. എല്ലാ ക്ലാസ് റൂമിൽ AC ഉണ്ട്. പിന്നെ സ്റ്റഡി മെറ്റീരിയലും ഇതൊക്കെ ഇപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ വെച്ച് നോക്കുമ്പോൾ ഇക്കൊല്ലം കുറച്ചുകൂടി നല്ല ഉഷാറാണ്. ഇവിടെ തെരഞ്ഞെടുത്തതിൽ അഭിമാനമുണ്ട്. ഒരുപാട് സന്തോഷം. പ്രതീക്ഷിച്ചിനെ അടിപൊളിയായിരിക്കണം നമ്മളെ ക്യാമ്പസ്. വളരെ അടിപൊളി ക്യാമ്പസാണ്. ഫെസിലിറ്റീസ് ഒക്കെ അടിപൊളിയാണ്, സൂപ്പറാണ്. ഓക്കെ, ഫസ്റ്റ് ഡേ മെറ്റീരിയൽസ് ഒക്കെ കൈ കിട്ടി, ബുക്കൊക്കെ തുറന്ന് നോക്കിയോ? നോക്കി. അപ്പോൾ എന്ത് തോന്നി? നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട് തോന്നി. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. നല്ല വൈബുണ്ട്. ഫസ്റ്റ് ഡേ തന്നെ ഇത്രയും IAS IPS കളക്ടർ എല്ലാവരും വന്നു. കുറേ നല്ല ടീച്ചേഴ്സിനെയും കണ്ടു. പിന്നെ ക്യാമ്പസ് തന്നെ അടിപൊളിയാണ്. ഞാനിവിടെ മലപ്പുറത്ത് തന്നെയാണ്. ഞാൻ വെച്ച് നോക്കുമ്പോൾ തന്നെ ഇവിടെ നല്ല വൈബും ഉണ്ട്, നല്ല അറ്റ്മോസ്ഫിയർ ആണ്. നന്നായിട്ട് പഠിക്കാനും തോന്നും. ഫസ്റ്റ് ഡേ തന്നെ കുറേ മോട്ടിവേറ്റും ചെയ്തു, കുറേ ബുക്കും കിട്ടി. അപ്പോൾ എല്ലാം അടിപൊളിയായി. ക്യാമ്പസ് അടിപൊളിയാണ്. ക്ലാസ് റൂം ഫെസിലിറ്റീസും അടിപൊളിയാണ്. ഈ വർഷം നന്നായിട്ട് പഠിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാ ഫെസിലിറ്റീസും അടിപൊളിയാണ്. ഭയങ്കര ഫ്രണ്ട്ലിയാണ് എല്ലാവരും. അതേപോലെ തന്നെ ക്യാമ്പസൊക്കെ അടിപൊളിയാണ്. ഓക്കെ, പൊളിയാണ്. ബ്രില്യൻറ്റിന് സപ്പോർട്ടാണ് ഇവിടെ മെയിൻ. അതിൽ കൂടുതലൊന്നും പറയാനില്ല. അടിപൊളിയാണ്. ഫസ്റ്റ് ക്യാമ്പസ് അടിപൊളിയാണ്. ഞാൻ ക്ലാസ്സുകളൊക്കെ കണ്ടായിരുന്നു. സാറുമാർ ഉഷാറാണ്. ബ്രില്യൻറ്റിൽ ചേരുന്നു വിചാരിച്ചല്ല, അവിടെ ചേർന്നു. ഫസ്റ്റ് ഡേ വന്നു. ക്ലാസ്സും എല്ലാം നല്ല ഫെസിലിറ്റീസ് നല്ല സൂപ്പറാണ്. വീട് എവിടെയാ മോളുടെ? വീട് പാലക്കാട് മലപ്പുറം ബോർഡർ. പാലക്കാട് തന്നെ. ഓക്കെ, അപ്പം പാലക്കാട് നിന്ന് മലപ്പുറത്ത് നമ്മുടെ ക്യാമ്പസ് വന്നപ്പോൾ മലപ്പുറത്ത് വന്ന് പഠിച്ചു. ക്യാമ്പസ് കണ്ടോ? ക്യാമ്പസ് കണ്ടു, ഉഷാറാണ്. എന്താ തോന്നിയേ? അടിപൊളി. ബ്രില്യൻ്റ് പറഞ്ഞ സൂപ്പറല്ലേ?
ക്യാമ്പസൊക്കെ സൂപ്പറാണ്. ഇവിടെ വന്നപ്പോൾ തന്നെ നല്ല മോട്ടിവേഷൻ ആയിരുന്നു സാറുമാരൊക്കെ. പിന്നെ കുറേ IAS IPS കണ്ട് ബ്രില്യൻ്റ് ആയത് കൊണ്ട് ബ്രില്യൻ്റ് കോട്ടക്കിൽ വന്നത് നല്ല ഉപകാരമായി. ഇനി അങ്ങോട്ടും നല്ലത് തന്നെ, ഏറ്റവും നല്ലതായി ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഫസ്റ്റ് ഡേ ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഇന്നലെ ഞങ്ങൾ ഹോസ്റ്റലിൽ വന്നു. ക്യാമ്പസിൻ്റെ അടുത്ത് തന്നെയാണ് ഹോസ്റ്റൽ നല്ല ഫെസിലിറ്റീസാണ്, അതേപോലെ ഫുഡും നല്ല ഫുഡ് തന്നെയാണ്. ഹോസ്റ്റലൊക്കെ നമ്മൾ ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഹോസ്റ്റൽ ഫെസിലിറ്റീസൊക്കെ അടിപൊളിയാണ്, ക്ലാസ് അടിപൊളിയാണ്, നല്ല AC-യും ഒക്കെ ആയിട്ട് സാറന്മാർ നല്ല ഫ്രണ്ട്ലി ഒക്കെയാണ്, ഡയറക്ടേഴ്സ് ആയാലും അടിപൊളിയാണ്. നമുക്ക് ഭയങ്കര ഈസി ആയി തോന്നി. അതായത് വീട്ടിൽ നിന്ന് അടുത്താണ്. നമ്മൾ ആദ്യം പാലായിരുന്നു ചൂസ് ചെയ്യുന്നത്, പിന്നെയാണ് ഇവിടെ ബ്രില്യൻ്റ് വരുന്ന കാര്യം അറിഞ്ഞത്. അപ്പോൾ ഒരുപാട് ഹാപ്പി ആയി. കാരണം ഇവിടുന്ന് 2.5 hours ഉള്ളൂ വീട്ടിലേക്കുള്ളത്. അപ്പം നമുക്ക് ഒരു ഡേ ലീവാണെങ്കിലും പോയി വരാം. മറ്റേതാണെങ്കിൽ നമുക്ക് കുറച്ച് റിസ്ക് ആയിരുന്നു. പിന്നെ ഹോസ്റ്റലിലാണ് വാർഡൻസ്, പൊതുവേ നമ്മൾ ഫിലിംസിൽ കാണുന്ന പോലത്തെ വാർഡൻസ് അല്ല, നല്ല ഫ്രണ്ട്ലി ആയിട്ട് നമ്മളെ ഏജിനൊത്ത് ഒരു 2 or 3 ഡിഫറൻസ് ഉള്ള വാർഡൻസാണ്. എല്ലാവരും അടിപൊളിയാണ്. നല്ല വൃത്തിയുള്ളതാണ് ക്യാമ്പസും ഹോസ്റ്റലൊക്കെ. നമ്മളെ വീട് പോലെ തന്നെ നല്ല ഫ്രീ ആയി മീൻസ് ഇപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിക്കാനുള്ളതൊക്കെ വരും. പക്ഷെ ഇപ്പം നല്ല രീതിയിൽ തന്നെയാണ് പോണത്. ഇഷ്ടമായി, സന്തോഷമായി. ബ്രില്യൻറ്റിൻ്റെ മലപ്പുറത്തെ ക്യാമ്പസ് അടിപൊളിയാണ്. എല്ലാവിധ ഫെസിലിറ്റീസും ഉള്ള ഒരു അടിപൊളി ക്യാമ്പസാണ്. ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ആയിരുന്നു. ഫസ്റ്റ് തന്നെ ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു, അത് അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ ഡയറക്ടേഴ്സ് ആയാലും മെൻറ്റേഴ്സൊക്കെ ആയാലും ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ക്ലാസ് റൂംസ് ആയാലും നല്ല ഫെസിലിറ്റീസും ഒക്കെ ഉണ്ട്. ഹോസ്റ്റലായാലും ഭയങ്കര ഹൈജീനാണ്. എന്തായാലും മൊത്തത്തിൽ ഇഷ്ടമായി, അടിപൊളിയാണ്. ഇനി ഈ ക്യാമ്പസിൽ തന്നെ പ്രെയർ ഹാൾ, ലൈബ്രറി, സ്നാക്സും ഫ്രൂട്ട്സും ഒക്കെ ലഭിക്കുന്ന ഫുഡ് കോർട്ടുകൾ, അതെല്ലാം പ്രകൃതിയോട് ചേർന്ന് തന്നെ നിൽക്കുന്ന ഒരു അടിപൊളി ആംബിയൻസിലാണ് സ്ഥിതി ചെയ്യുന്നത്. കുട്ടികൾക്ക് അധികം ദൂരം നടക്കേണ്ട ആവശ്യം പോലുമില്ല. ക്ലാസ്സുകളുടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഫെസിലിറ്റീസ് എല്ലാം സ്ഥിതി ചെയ്യുന്നത്. ക്യാമ്പസിനുള്ളിൽ തന്നെ ഹോസ്റ്റൽ സൗകര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഈ കാണുന്ന എല്ലാ ഹോസ്റ്റൽ മുറികളും AC മുറികളാണ്. 3 വിദ്യാർത്ഥികളെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കും വിധമാണ് എല്ലാ മുറികളുടെയും ക്രമീകരണം. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള മുറികൾ, ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. സ്വന്തം വീടിന്റെ അതേ ഫീല് ലഭിക്കുന്ന ആംബിയൻസ് ആണ് ഈ ഹോസ്റ്റലിന്റെ എടുത്തു പറയേണ്ട പ്രത്യേകത. വിദ്യാർത്ഥികൾക്ക് ഇരുന്ന് പഠിക്കാൻ മുറിയോട് ചേർന്ന് തന്നെ ഒരു ഹാളുണ്ട്, ബാൽക്കണിയുണ്ട്. ബാൽക്കണിയിൽ നിന്ന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന കാഴ്ച വളരെ മനോഹരമാണ്. മലപ്പുറത്തെ ഈ കോട്ടക്കലിലെ ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ വീട്ടിൽ നിന്ന് മാറി നിന്ന് പഠിക്കുന്ന ഫീലൊന്നുമല്ല, ഭയങ്കര ഹോംലി ഫീലാണ്. ഇപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുക എന്നുള്ളൊരു ഫീലൊന്നും നമുക്ക് വരില്ല. നമുക്ക് മെൻറ്റേഴ്സ് ആയാലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ് ഇവിടെ. മാത്രമല്ല നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ഒരു വില്ല പോലെ എല്ലാവരും പഠിക്കുകയാണ് ഇപ്പോൾ ഇവിടെ. ഭയങ്കര ഒരു ഇൻസ്പിറേഷനാണ് ഇതൊക്കെ കാണുമ്പോൾ തന്നെ. ഭയങ്കര ഒരു നല്ലൊരു ഹോംലി ഫീലാണ് ഈ ഹോസ്റ്റൽ എന്ന് പറയുന്നത്. അപ്പം മലപ്പുറം കോട്ടക്കലിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജി ഒക്കെ ഉൾപ്പെടുത്തിയ ഒരു കിടിലൻ കഫറ്റീരിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഏറ്റവും സ്വാദിഷ്ടമായ ഭക്ഷണം തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് നൽകുന്നത്. ആൻഡ് വളരെ ഹൈജീനിക് ആണ് നമ്മുടെ കഫറ്റീരിയയും എല്ലാം നിങ്ങൾക്ക് കാണാം. ഹോസ്റ്റലിൽ വന്നപ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു, എങ്ങനെയായിരിക്കും ഫുഡ് കഴിക്കുന്നതൊക്കെ. നമുക്ക് നമ്മുടെ വീട്ടിൽ ആ ഒരു ഇത് കിട്ടുമോ എന്നുള്ളൊരു പേടി നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ സാറ്റിസ്ഫൈഡ് ആണ്. നല്ല ഫുഡ്, വീട്ടിൽ അതേ ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടുന്നുണ്ട്. ഹാപ്പിയാണ്. ഫുഡ് നല്ല ഹൈജീനാണ്. വീട്ടിലത്തെ അതേ അറ്റ്മോസ്ഫിയറിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്ന പോലെ തോന്നുന്നുണ്ട്. പിന്നെ ക്യാൻറ്റീനും മെസ്സും എല്ലാം ഭയങ്കര ഹൈജീനാണ്. പിന്നെ കുറേ ഫുഡ് കോർട്ട് എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഹോസ്റ്റൽ ലൈഫ് വീട് പോലെയാണ് തോന്നിയത്. കാരണം ഒരു വീട് പോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ കിട്ടുന്നുണ്ട്. സോ ഐ എം വെരി ഹാപ്പി. വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഇവിടെ മലപ്പുറം സെന്ററിൽ എങ്ങനെയാണ് ഹോസ്റ്റലും കാര്യങ്ങളും എന്നുള്ളതൊക്കെ നമുക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് നല്ല അടിപൊളി ഫെസിലിറ്റീസ് ആണ് ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യണത്. റൂമിനോട് അറ്റാച്ച്ഡ് നല്ല ബാത്റൂമും അതുപോലെ തന്നെ AC റൂംസും ഒക്കെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫുഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ഫുഡ് തന്നെ, നമുക്ക് ഒരു ഹോംലി ഫീലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്.
കോട്ടക്കലിലെ ക്യാമ്പസിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികളെല്ലാം ഈ വലിയ കോമ്പൗണ്ടിനുള്ളിൽ ഹൈലി സെക്യൂർ ആണ്. 24/7 ക്യാമ്പസ് കോമ്പൗണ്ടുകളെ നിരീക്ഷിച്ചുകൊണ്ട് സെക്യൂരിറ്റികളുണ്ടാവും. അതുപോലെ തന്നെ ക്യാമ്പസിൻ്റെയും ഹോസ്റ്റലിൻ്റെയും എല്ലാം ഈച്ച് ആൻഡ് എവ്രി കോർണറിൽ CCTV ക്യാമറകളുണ്ട്. അത് നിരീക്ഷിക്കാനായി ഒരു ടീമിനെയും ബെർലിൻ ഏർപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ ക്യാമ്പസിലേക്ക് എത്തിക്കുന്നതിനും ക്ലാസ്സിന് ശേഷം തിരികെ യാത്രയാക്കുന്നതിനുമായി ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയും അടങ്ങിയിട്ടുണ്ട്. പാലായിലുള്ള ബ്രില്യൻ ക്യാമ്പസിൻ്റെ അതേ സൗകര്യങ്ങൾ തന്നെയാണ് മലപ്പുറം കോട്ടക്കലിലെ ബ്രില്യൻ ക്യാമ്പസിലുമുള്ളത്. എൻട്രൻസ് മേഖലയിൽ വിജയം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യമായി വേണ്ട എല്ലാവിധ ക്രമീകരണങ്ങളും മലപ്പുറം ക്യാമ്പസിലും ബ്രില്യൻ ടീം ഉറപ്പുവരുത്തിയിരിക്കുന്നു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.